ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ പ്രിയപുത്രൻ മുഖാന്തരം നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് തിരഞ്ഞെടുക്കുകയും ദത്തെടുക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ അർപ്പിക്കുകയും കാലസമ്പൂർണതയിൽ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ജഡം പൂണ്ട് ഭൂമിയിൽ വന്ന നമ്മുടെ പാപങ്ങളെ തൻ്റെ മേലേറ്റ് ക്രൂശിൽ കയറി പാപത്തിന് പരിഹാരം വരുത്തി മഹിമയുടെ വലഭാഗെ ഇന്നും ഇരുന്നരുളുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ പിന്നെയും ധാരാളം സഹായിക്കട്ടെ. ഇന്നയോളം നമ്മോടുള്ള ദൈവത്തിന്റെ മനസ്സലിവിനും കൃപകൾക്കുമൊക്കെയായിട്ട് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ എന്നും പഠിക്കുന്നത് പോലെ മറ്റ് ലക്ഷണങ്ങളൊന്നും ഇനിയും നിറവേറാനായിട്ടില്ല. ഒരൊറ്റ ലക്ഷ്യം മാത്രം പൂർത്തീകരിച്ചാൽ മതി. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ജാതികളുടെ പൂർണ്ണ ആമേൻ, സ്തോത്രം. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക. വേറെ ഒരടയാളവും നോക്കണ്ട, യഹൂദനെയും നോക്കണ്ട, ജാതികളെയും നോക്കണ്ട, രാഷ്ട്രീയവും നോക്കണ്ട, സാമ്പത്തികവും നോക്കണ്ട. അതൊക്കെ അന്തിമമായ സംഗതികൾക്ക് വേണ്ടിയാണ്. എന്നാൽ നമ്മൾ കാത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതിന് ഒരൊറ്റ പോരായ്മ മാത്രമേ ഇതുവരെ ഉള്ളൂ. ജാതികളുടെ പൂർണ്ണസംഖ്യ ഇതുവരെ ചേർന്നിട്ടില്ല. ആർക്കറിയാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരുന്നതിന് മുമ്പ് അതിലെ അവസാനത്തെ ആളും കൂടെ കയറുമോ എന്ന്. എങ്കിൽ പിന്നെ നമുക്ക് ബാക്കി അവിടെ ചെന്ന് നേരിട്ട് കാണാം. കർത്താവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. ആ പ്രത്യാശയോടെ നമുക്ക് വീണ്ടും വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 14-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് വായിക്കാം. Revelation 14:9-12. And another angel, and another angel, a third, followed them, saying with a loud voice, "If anyone worships the beast and its image, and receives a mark on his forehead or on his hand, he also will drink the wine of God's wrath, pour full strength into the cup of his anger, and he will be tormented with fire and sulfur in the presence of the holy angels and in the presence of the Lamb. And the smoke of their torment goes up forever and ever. And they have no rest, day or night. These worshippers of the beast and its image, and whoever receives the mark of its name." Here is a call for the endurance of the saints, those who keep the commandments of God and their faith in Jesus. Thank you, Mane. We heard that your funeral is settled, right? Yes. Yes. Baptism is a burial, a funeral. It is to be operated only with the dead. Otherwise, that will be a crime, both for the baptizer and the baptized. If the baptized will not be fully dead, then baptism will become a murder as well as a suicide.
A murder from the baptizer side or the Baptist side, and a suicide from the baptized side. So Baptist should not become a murderer, and the baptized should not be charged with the crime of suicide. Okay, Mone? Okay, Pastor. Guys. മോന്റെ സ്നാനമാണ് നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാ. സ്നാനത്തെ ഞാൻ ഏറ്റവും ലളിതമായിട്ട് കണക്കാക്കുന്നത് ഒരു ശവമടക്കായിട്ട്. മരിച്ചവരുടേതാണ് ശവമടക്കം. മരിക്കാതെ ഒരുത്തനെ കുഴിച്ചിട്ടാൽ കുഴിച്ചിടുന്ന സ്നാപകന്റെ മേൽ കൊലപാതകത്തിന്റെ കുറ്റവും, മുഴുവനും ചാകാതെ നിർബന്ധിച്ച് സ്നാനപ്പെട്ടാൽ സ്നാനപ്പെടുന്നയാളിന്റെ മേൽ ആത്മഹത്യാ കുറ്റവും ചുമത്തപ്പെടും. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം. സ്തോത്രം. ഓക്കെ, വെൽക്കം ബാക്ക്. വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. There we have a warning. There we have a warning. A warning of eternal judgment, rather an eternal condemnation. ഒരു നിത്യ ശിക്ഷാവിധിയുടെ മുന്നറിയിപ്പുമായി മൂന്നാമത്തെ ദൂതൻ ഇവിടെ വെളിപ്പെടുകയാണ്. നിത്യ ശിക്ഷാവിധിയുടെ മുന്നറിയിപ്പ്. A warning of an eternal condemnation. For whom? ആർക്കാണത്? ആർക്കുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും. ഈ ഭാഗങ്ങളുടെ പേരിൽ പറഞ്ഞാൽ ശരി തന്നെയാണ്. For those who receive the mark of the beast. Yeah, those who worship the beast and those who receive the seal or the mark of the beast. എതിർ ക്രിസ്തു എന്ന മൃഗത്തെ നമസ്കരിക്കുന്ന, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുന്ന, അവന്റെ പേരോ സംഖ്യയോ ശരീരത്തിൽ മുദ്രയായി സ്വീകരിക്കുന്ന വിഗ്രഹാരാധികൾക്ക് ഉള്ള താക്കീത്. അതാണ് നാം അവിടെ കാണുന്നത്. If anyone worship the beast and his image and receives his mark on his forehead or on his hand. മൃഗത്തെയോ മൃഗത്തിന്റെ ബിംബത്തെയോ അല്ലെങ്കിൽ പ്രതിമയെയോ നമസ്കരിക്കുകയും അവന്റെ പേരോ മുദ്രയോ നെറ്റിമേലോ കൈമേലോ ശരീരത്തെ എവിടെയായിക്കൊള്ളട്ടെ സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കുള്ള കടുത്ത നീക്കുപോക്കില്ലാത്ത നിത്യ ശിക്ഷാവിധിയുടെ പ്രഖ്യാപനമാണ് ഇവിടെ മൂന്നാമത്തെ ദൂതൻ നടത്തുന്നത്. സ്തോത്രം. എന്തൊക്കെയാണ് അവന്റെ താക്കീതിൽ ഉൾപ്പെടുന്നത്? Such people, he himself shall also drink of the wine of the wrath of God, which is poured out full strength into the cup of his indignation. ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകരപ്പെടുന്ന
ദൈവക്രോധ മദ്യം ഓരോ വിഗ്രഹാരാധിയും അവനവൻ കുടിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന്റെ ക്രോധമദ്യം. Otherwise, they will be punished with the wrath of God, the fury of God. ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാത്രങ്ങളായിട്ട് അവർ തീരും. നാം അതിന്റെ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം ഇന്നലെ രാത്രിയിൽ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ആവർത്തിക്കേണ്ടതില്ലല്ലോ. Jesus drank from the cup of the wrath of God that was poured out, the very indignation of God's wrath, or the wine of his indignation. യേശുക്രിസ്തു ദൈവക്രോധത്തിന്റെ മദ്യം ദൈവ കോപത്തിന്റെ പാത്രത്തിൽ മാനവജാതിക്ക് വേണ്ടി കുടിച്ചു. എന്നാൽ ആ നമുക്ക് പകരം ദൈവത്തിന്റെ ക്രോധമദ്യം അവസാന മട്ടുവരെ വലിച്ചു കുടിച്ച് ദൈവക്രോധത്തീയിൽ വെന്തെരിഞ്ഞ ദൈവകുമാരനായ യേശുവിനെ വിശ്വസിക്കാത്ത, ആശ്രയിക്കാത്ത ഓരോ പാപിക്കും അവസാനം വ്യക്തിപരമായി ദൈവ ക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കുടിക്കേണ്ടിയിരുന്ന ദൈവ കോപത്തിന്റെ പാനപാത്രം നമുക്ക് പകരമായി ദൈവപുത്രൻ കുടിച്ചു തീർത്തു. സ്തോത്രം. അതുകൊണ്ടായിരുന്നു ഗെത്സമനയിൽ വെച്ച് രക്തം വിയർത്ത് പ്രാണവേദനയിലായി ത്വക്കിന്റെ അടിയിലുള്ള കാപ്പിലറീസ്, ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി രക്തവും വിയർപ്പും കൂടെ ഇടകലർന്ന് നിലത്ത് വീഴുന്ന വിയർപ്പുതുള്ളികൾ രക്തത്തുള്ളികൾ പോലെ തോന്നത്തക്കതുപോലെ ആകുലചിത്തനായ മശിഹ ഉറച്ച നിലവിളിയോടെ പിതാവിനോട് പറഞ്ഞത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ഏത് പാനപാത്രമാ? ഇവിടെ നമ്മൾ കാണുന്നു, പാപികളായിരുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും വലിച്ചു കുടിക്കേണ്ടിയിരുന്ന ദൈവ ക്രോധ മദ്യം പകർന്നു വെച്ച ദൈവ കോപത്തിന്റെ പാനപാത്രം നമുക്ക് പകരം അത് യേശുവിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരികയാണ്. അത് കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടുമാണ് ദൈവപുത്രൻ വിളിച്ചു പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടല്ലാതെ ഇത് നീങ്ങിപ്പോകില്ലെങ്കിൽ, എന്ന് വെച്ചാൽ ഞാൻ അല്ലാതെ ഇത് കുടിച്ചിട്ട് പിന്നെയും ശേഷിക്കുന്ന ഒരുവനായിട്ടില്ലെങ്കിൽ, പിതാവേ, ഞാൻ ഇച്ഛിക്കും പോലെയല്ല, അങ്ങ് ഇച്ഛിക്കും പോലെ തന്നെ ആകട്ടെ. നമുക്ക് പകരം ദൈവക്രോധമദ്യം പകർന്നു വെച്ച ദൈവകോപത്തിന്റെ പാനപാത്രം കുടിച്ചു തീർത്ത നസ്രായനായ യേശുവിനെ നമ്മുടെ പകരക്കാരനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി, നമ്മുടെ രക്ഷിതാവായി വിശ്വസിപ്പാൻ, അവനിൽ നമുക്ക് ആശ്രയിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകിയതോർത്ത്
വീണ്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മേൽ വീണിരുന്ന ദൈവക്രോധത്തിന്റെ മേഘം മാറി. ദൈവക്രോധത്തിന്റെ മേഘം മാറി. ദൈവകരുണയുടെ ആ പുതുമഞ്ഞ് നമ്മുടെ മേൽ പെയ്തിറങ്ങി. അതിന്റെ കുളിർമ ആസ്വദിച്ചുകൊണ്ട് ഈ മരുഭൂയാത്ര ഇന്ന് വരെ നടത്തുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവസരങ്ങൾ തുടർമാനമായി ലഭിച്ചിട്ടും ഈ ദൈവക്രോധ മദ്യം വലിച്ചു കുടിച്ച ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കാതെ അവനെ തിരസ്കരിച്ച ഓരോ മനുഷ്യനും ഇനിയും എന്ത് ചെയ്യേണ്ടി വരും? ദൈവക്രോധത്തിന്റെ മദ്യം കുടിക്കേണ്ടി വരും. സ്തോത്രം. യേശു അത് കുടിച്ചത് ഇവർക്കാർക്കും പ്രയോജനം ആകില്ല. ഇല്ല. സ്തോത്രം. മറ്റൊരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടു. ഇത് ഇന്നലെ പറയാഞ്ഞ കാര്യമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യം, യേശുവിന്റെ ശരീരത്തിൽ, ജഡത്തിൽ ദൈവം എന്തിന് ശിക്ഷ വിധിച്ചു? പാപത്തിന് ശിക്ഷ വിധിച്ചു. നമുക്ക് ആ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ, ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിമോചിതരാകുവാൻ വരം ലഭിച്ചു. എന്നാൽ ആ യേശുവിനെ ഏറ്റുകൊള്ളാത്തവർ ഇനിയും ദൈവത്തിന്റെ കരുണയുടെ കവാടമടച്ചതിന് ശേഷം അവരവരുടെ പാപത്തിന്റെ ശിക്ഷ അവരവരുടെ മേൽ തന്നെ ദൈവം പകരും. അത് അവർക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാണുമല്ലോ. സ്തോത്രം. ഇത്രയും മനസ്സിലാകാത്ത ആരും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത്, ഇന്നലെ പറയാമെന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞത് അവിടേക്ക് വരിക. ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അതിന്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ, 9 to 11, 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇവിടെ പറയുന്നത് നരകത്തിന്റെ ഒരു ചിത്രമാണ്. എ പിക്ചർ or a glimpse of the hell. Here we have a glimpse of the eternal condemnation. പാപത്തിന്റെ ശിക്ഷയുടെ ഒരു വിവരണം, ഒരു ബ്ലൂ പ്രിന്റ്, ഒരു രൂപരേഖ നമുക്കിവിടെ കാണാം. അതിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കണ്ടു. ദൈവക്രോധ മദ്യം വലിച്ചു കുടിക്കുന്ന അനുഭവമാണത്. 2, this will be an experience of tormentation. They will be tormented. മലയാളത്തിൽ വായിക്കുന്നത് ദണ്ഡനം എന്നാണ് തോന്നുന്നല്ലേ? അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. നരകത്തിന്റെ ഒന്നാമത്തെ അനുഭവം ഈ ഭാഗങ്ങളിൽ നിന്നും നാം കാണുന്നത് ദൈവക്രോധ മദ്യം, ദൈവകോപത്തിന്റെ കപ്പിൽ, പാത്രത്തിൽ കുടിക്കുന്ന അനുഭവമാണ്. ദൈവക്രോധത്തിൽ അതിനെ പല നിലകളിൽ പറയാം. ദൈവക്രോധാഗ്നിയിൽ വെന്തെരിയുക,
ദൈവ ക്രോധത്തിന്റെ മദ്യം വലിച്ചു കുടിക്കുക, സ്തോത്രം, ഈ നിലകളിലൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തെ നമ്മൾ കണ്ടത് ദാറ്റ് വിൽ ബി എ പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ. നരകം എന്ന് പറയുന്നത് ഒരു ദണ്ഡനത്തിന്റെ സ്ഥലമാണ്. ഒരു സുഖവും ഇല്ലാത്തതാണ് ദണ്ഡനം. നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ ടിഷ്യൂന്, ഒരു ചെറിയ കോശത്തിന് ഒരു വേദനയോ ചതവോ എന്തെങ്കിലും ഉണ്ടായാൽ എന്തൊരു അസ്വസ്ഥതയാണ്. ഒരു ചെറിയ വേദന, ഒരല്പം തലവേദന, ഒരു ചെറിയ കോൾഡ്, പനിയൊന്നുമില്ല, ഒരല്പം ജലദോഷം, അല്പം മൂക്കൊലിപ്പ്, ഒരു കൊച്ചു ചുമ, 1-2 പ്രാവശ്യത്തെ തുമ്മല്, ഒരു കൊച്ചു പല്ലുവേദന, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ എന്തൊരു അസ്വസ്ഥതയാണ്. പിന്നെ ഒരു സുഖമില്ല, വല്ലാത്ത ഇറിറ്റേഷൻ, അല്ലേ, വല്ലാത്ത ഒരു വല്ലായ്മ. ഭക്ഷണം ആസ്വദിക്കാൻ പറ്റില്ല, ഉറക്കം ആസ്വദിക്കാൻ പറ്റില്ല, ഒന്ന് സംസാരിക്കാൻ തോന്നത്തില്ല, ശബ്ദം കേൾക്കുന്നത് അരോചകമായിട്ട് തോന്നുക. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തന്റെയും പാപം, ആദാമ്യ പാപം മുതൽ അവനവന്റെ വ്യക്തിപരമായ പാപം വരെ, ഓരോ മനുഷ്യന്റെ മേലും ദൈവം കണക്കിട്ട് അവനവന്റെ പാപത്തിന് തക്ക ശിക്ഷ കൊടുക്കുന്ന ആ ദണ്ഡനം, ആ പീഡിപ്പീര് എന്തൊരു അരോചകവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരിക്കും. എ പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ, എ പീസ്ലെസ്നെസ്, റെസ്റ്റ്ലെസ്നെസ്, irritated, hurtful, painful, disappointing state. No words can describe it or demonstrate it. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത തരത്തിലെ ദണ്ഡനമായിരിക്കും അത്, അസ്വസ്ഥതയായിരിക്കും. അതാണ് നാം അവിടെ കാണുന്നത്. മൂന്നാമത് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, it is not an illusion, but the hell, this tormentation, this condemnation is real. ഇതൊരു മായയല്ല, ഒരു തോന്നലല്ല. ഇത് അക്ഷരീയമായി യഥാർത്ഥത്തിലുള്ള അനുഭവമായിരിക്കും. യഥാർത്ഥത്തിലുള്ള അനുഭവമായിരിക്കും. ഇവിടെ നിന്നും നാം മനസ്സിലാക്കുന്നത്, ചിലരൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ ഇപ്പോ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ പറയുന്നതാണെന്ന്. അല്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് സംതിങ് ഇമാജിനറി, ഇറ്റ്സ് നോട്ട് സംതിങ് ഇല്യൂഷണറി, ഇറ്റ്സ് റിയൽ. ഇത് സംഭവിക്കും. നമുക്കറിയാമായിരിക്കുമല്ലോ, നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണെന്ന്? യോബ്. അല്ല, ജീസസ് ഹിംസെൽഫ്. യേശു കർത്താവ് തന്നെയാണ് നരകത്തെക്കുറിച്ച് ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ.
അപ്പൊ കർത്താവ് തമാശ പറയുന്നവനും കള്ളം പറയുന്നവനും ഇങ്ങനെ എന്തെങ്കിലും ഇച്ചിലുള്ള കാര്യത്തെ ഊതിപ്പെരുപ്പിച്ച് അതിശയോക്തിപരമായി എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതൊന്നുമല്ല. സിൻസ് ജീസസ് spoke the most about hell, here even in this 14th chapter, here also it is Jesus who is revealing these things. It is real. സത്യമായ സത്യവാനായ സത്യവും സത്യവാനുമായ യേശു തന്നെയാണ് നരകത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും വെളിപ്പാട് 14 അധ്യായത്തിന്റെ ഈ 9 മുതലുള്ള വാക്യങ്ങളിലും ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തുന്നത് ക്രിസ്തു തന്നെയാണ്. കാരണം ഇത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമായതാണ്, യഥാർത്ഥമായതാണ്. ഇറ്റ്സ് റിയൽ, ഭാവനാത്മകമല്ല. 4-മത്തെ കാര്യം, ഒന്ന് നരകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ 3-മത്തെ ദൂതൻ കൊടുക്കുന്ന മുന്നറിയിപ്പിനെ കുറിച്ച് കാണുന്നത് വിഗ്രഹാരാധികൾ, എതിർ ക്രിസ്തുവിനെയും അവന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർ, അവന്റെ മുദ്ര സ്വീകരിക്കുന്നവർ, ഒന്ന് ദൈവക്രോധ മദ്യം, ദൈവകോപത്തിന്റെ പാത്രത്തിൽ നിന്ന് കുടിക്കേണ്ടി വരും. അപ്പോൾ നരകം ദൈവക്രോധം നിറഞ്ഞു തുളുമ്പി കവിയുന്ന ഒരു സ്ഥലമാണ്. രണ്ടാമത് നമ്മൾ കണ്ടു, ഇത് ദണ്ഡനത്തിന്റെ സ്ഥലമാണ്. എ പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ, or the experience will be being tormented. 3, it's real, ഇത് യാഥാർത്ഥ്യമാണ്. 4-മത് നാം അവിടെ കാണുന്നത് പത്താമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ. വേഴ്സ് നമ്പർ 10. സുജയ വായിക്കാമോ? മ്യൂട്ടാ. He also will drink the wine of God's wrath, poured full strength into the cup of his anger, and he will be tormented with fire and sulfur in the presence of the holy angels and in the presence of the Lamb. 2 കാര്യങ്ങൾ കൂടെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 3 നമ്മൾ നോക്കി. 4-മത്തെ കാര്യം, അവിടുത്തെ സാന്നിധ്യം, what all things will be present over there. Brimstone and fire. അവിടെ അഗ്നിഗന്ധകങ്ങളിൽ, അഗ്നിയും ഗന്ധകവും, ബ്രിംസ്റ്റോൺ, അതർവൈസ് സൾഫർ ആൻഡ് ഫയർ. സൾഫർ ആൻഡ് ഫയർ നരകത്തിലെ ഒരു പ്രത്യേക അനുഭവമാണ് തീ എന്നുള്ളത്. അത് കെടാതിരിക്കാൻ വേണ്ടി, അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതിനെ കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു രാസവസ്തു, ഒരു കെമിക്കലായിട്ട് ഗന്ധകത്തെ കാണാം. ആ ഗന്ധകം അഗ്നിയെ നിരന്തരം കത്തിച്ചു നിർത്താനും കത്തുന്ന സാധനം കത്തിത്തീരാതിരിക്കാനും വേണ്ടിയാണ്. The 2 purposes of brimstone or this sulfur: to keep on the fire burning,
and to keep the burned thing or person eternally tormented, not to be annihilated. കത്തുന്ന സാധനത്തെ അല്ലെങ്കിൽ വ്യക്തിയെ ഇല്ലാതാകാതെ സൂക്ഷിക്കുക. വളരെ ലളിതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റിക്ക്, മെഴുകുതിരി. നമ്മൾ ആ തിരി മെഴുകു പുരട്ടാതെ തീയലൊന്ന് കാണിച്ചാൽ ഷൂ എന്നും പറഞ്ഞ് കത്തിപ്പോ. പക്ഷേ മെഴുകു പുരട്ടി ആ തിരി കത്തിച്ചാലോ, ആ മെഴുക് ആ തിരിയെ കത്തിത്തീരാതെ സൂക്ഷിക്കുകയും ആ തീയെ കത്തിക്കൊണ്ടിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് തന്നെയാണ് ഗന്ധകം നരകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നരകത്തിലെ അനുഭവമായി ഈ ഭാഗത്ത്, മറ്റു ഭാഗങ്ങളിൽ വേറെ കാര്യങ്ങളുണ്ട്, അവിടേക്ക് നമ്മൾ ഇപ്പൊ പോകുന്നില്ല, ഇവിടെ മാത്രം നിൽക്കുന്നുള്ളൂ. ഇവിടെ പറയുന്ന നാലാമത്തെ കാര്യമാണ് നരകത്തിന്റെ ആ നിത്യശിക്ഷാവിധിയുടെ ഇടത്ത് അഗ്നിഗന്ധകങ്ങളായിരിക്കുമുള്ളത്. അതുകൊണ്ട് അവിടുത്തെ തീ കെടുന്നില്ല, അവിടെ വീഴുന്ന വ്യക്തികൾ ഇല്ലാതെയാകുന്നതുമില്ല, കത്തിക്കൊണ്ടേയിരിക്കും, കത്തിക്കൊണ്ടേയിരിക്കും. അല്പകാലത്തേക്കൊന്നും അല്ലല്ലോ അത്. സ്തോത്രം. 10-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിലേക്ക് ഞാൻ ഇതിനു ശേഷം വരാം. ഇപ്പൊ നമ്മൾ 4-ാമത് ചിന്തിച്ചതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന അടുത്തൊരു വിവരണം 11-ാമത്തെ വാക്യത്തിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 10-ലേക്ക് ഒന്നും കൂടെ മടങ്ങി വരാം. 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ, 11th verse. And the smoke of their torment goes up forever and ever, and they have no rest, day or night, these worshippers of the beast and its image, and whoever receives the mark of its name. സ്തോത്രം. മലയാളത്തിൽ 11ന്റെ അവസാനമാണ്, ഇംഗ്ലീഷിൽ തുടക്കത്തിലാണ്. രാവും പകലും ഒരു സ്വസ്ഥതയുമില്ല. അതുപോലെ 11ന്റെ തുടക്കത്തിൽ എന്നേക്കും. ഈ നരകത്തിന്റെ അനുഭവം 5-ാമതായി നമുക്ക് കാണാൻ പറ്റുന്നത് അഗ്നിഗന്ധകങ്ങളിലെ അനുഭവം അല്പകാലത്തേക്കുള്ളോ? നോ, അത് ഇറ്റേണലാണ്. ദിസ് കണ്ടംനേഷൻ ഈസ് ഇറ്റേണൽ. ഈ നരകവിധി, ഈ ശിക്ഷാവിധി നിത്യമാണ്, എന്നേക്കും, രാവും പകലുമുള്ളതാണ്. മോചനമില്ല, നോ ബെയിൽ, നോ പരോൾ, ജാമ്യമില്ല, പരോളില്ല. വിസ്താരത്തിന് വേണ്ടി ഇനിയും എങ്ങും കൊണ്ടുപോകാനില്ല. അല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചതുപോലെ ഒരു പോസ്കോ കുറ്റവാളിയെ ഒറീസയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന വഴി നമ്മുടെ കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങി ആൾ ഓടിപ്പോയി. ഇതുവരെ കിട്ടിയ ലക്ഷണമൊന്നുമില്ല. വേറൊരാള് നാട്ടിൽ തന്നെ കൊണ്ടുവരുന്ന വഴി ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിൽ ചാടി, നദിയിൽ ചാടി. പോലീസും പുറകെ ചാടി അതിലും പിടിച്ചു. അപ്പം വിസ്താരത്തിന് വേണ്ടി, ഇവൻ ട്രയലിന് വേണ്ടിയിട്ട് വീണ്ടും ഹയർ കോർട്സിലേക്കൊക്കെ കൊണ്ടുപോകാനെങ്കിലും പുറത്തെടുത്തിരുന്നെങ്കിൽ
ഇവർക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ഇവന്മാരൊക്കെ കാണിച്ച പോലെ ഞങ്ങളും ചാടിപ്പോകുന്നു. അതിനു പോലും പുറത്തിറക്കത്തില്ല. വൺസ് ഗോട്ട് ഇൻ, ഇറ്റ്സ് ഇറ്റേണൽ ഇൻ. ഒരിക്കൽ ഈ നരകത്തിലേക്ക്, അഗ്നിഗന്ധക പൊയ്കയിലേക്ക് എത്തിയാൽ പിന്നെ എന്നേക്കും അവിടെയാണ്. സോ ഇറ്റ് ഈസ് an eternal condemnation. Eternal condemnation. എത്ര കൂട്ടം കാര്യം വായിപ്പോഴ്? 4 5? 5. ഓക്കെ. 6th one. 10ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. അതിനുശേഷം 11ലേക്ക് വീണ്ടും നമുക്ക് വരണം. 10ാമത്തെ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം ചോദ്യമായിട്ട് ചോദിക്കാം. നിങ്ങളുടെയും കൂടെ ഇന്ററാക്ഷൻ ഒന്ന് കിട്ടുന്ന രസമാണല്ലോ. രസം എന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം കൂടെ ഒന്ന് ഒരുമിച്ച് പങ്കാളികളാകാം. നരകത്തിൽ ദൈവസാന്നിധ്യം കാണുമോ? Yes. യെസും നോയും വരുമെന്ന് എനിക്കറിയാം. പത്താം വാക്യം ഒന്നും കൂടെ വായിച്ചു. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. നിത്യ നരകത്തിലെ അഗ്നിഗന്ധകത്തിലെ നിത്യ ദണ്ഡനം ആരുടെ മുമ്പിൽ? കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്കും ഉണ്ട്. സ്തോത്രം. അവരില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സുഖമായിരുന്നല്ലേ? അതെ. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ വീടിനടുത്ത സ്കൂൾ, ഹൈസ്കൂൾ, ഞാൻ പഠിച്ച ഇറവൻകര ഗവൺമെന്റ് ഹൈസ്കൂൾ ഞങ്ങളുടെ വീടിനടുത്ത, ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അന്നൊക്കെ ഞങ്ങളുടെ സ്കൂളിനെ എല്ലാവരും വിളിക്കുന്നത് 1000 തല എന്നായിരുന്നു. 1000 തല. സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വിട്ടാൽ 100 കണക്കിന് പിള്ളേരാ. അപ്പോൾ 1000 ആൾക്കാരുണ്ടെന്നും പറഞ്ഞ് 1000 തല വരുന്നതെന്നായിരുന്നു പറയുന്നത്. കാരണം അത്രയ്ക്ക്. പിന്നെ ആ ചുറ്റുപാടിൽ റോഡുകൾ മുഴുവനും പിള്ളേരാ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി വിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വഴിയെ വരുന്നു. ഒത്തിരി പിള്ളേർ ഞങ്ങളുടെ അതുവഴി പോകും. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ 2 കുട്ടികൾ തമ്മിൽ വഴക്കിട്ടു. എന്റെ കൂട്ടുകാർ, 2 പേരും കൂട്ടുകാരും അയൽക്കാരുമാണ്. അതിൽ അവര് തമ്മിൽ വഴക്കൊക്കെ ഇട്ട് ഒരാളിനെ അടിച്ചു. അടി കൊണ്ടയാള് കരഞ്ഞോണ്ട് വന്നു. അപ്പൊ ഈ കരയുന്ന ആളിന്റെ അപ്പനും എന്റെ ചേട്ടനും ഒക്കെ അവിടെ നിപ്പുണ്ട്, വഴി തന്നെ നിപ്പുണ്ട്. എന്റെ ചേട്ടനെ കണ്ടതും ഈ പുള്ളി കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ അവനെ ചീത്ത വിളിക്കുകയും ഞാൻ അവനെ അടിക്കുകയും ചെയ്തു. സ്കൂളിൽ നിന്ന് വന്ന പിള്ളേര്, ആണും പെണ്ണും എല്ലാവരും പറഞ്ഞു, ഇവൻ അവനെയൊന്നും ചെയ്തില്ല, മറ്റേ ഇന്നയാളാ ചെയ്തത്. എന്റെ ചേട്ടൻ ഇതെല്ലാം കൂടെ കണ്ടപ്പം ദേഷ്യമായിട്ട് എന്നോട് പറഞ്ഞു, അവനോട് ക്ഷമ ചോദിക്കലാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാത്ത തെറ്റിനും ക്ഷമ ചോദിക്കത്തില്ല. അന്ന് നിക്കറിടുന്ന പ്രായമാ. എന്റെ ചേട്ടൻ എന്നെ പിള്ളേരെല്ലാം നോക്കി നിൽക്കുമ്പോ ഒരടി അടിച്ചു. എന്റെ കാലിന്റെ മടക്കനായിരുന്നു. ഒറ്റയടിക്ക് എന്റെ കാല് പൊട്ടി, ചോര വന്നു. ഞാൻ കരഞ്ഞോണ്ട് ക്ഷമയൊക്കെ ചോദിച്ചു. മടക്കനായിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് നടക്കാനും വയ്യ. ഞാൻ ഒത്തിരി കരഞ്ഞു. ചേട്ടനോട് ഞാൻ മിണ്ടാതെയായി.
ഉച്ച കഴിഞ്ഞ് ഞാൻ കാലൊക്കെ ഇങ്ങനെ വലിച്ചു വെച്ച് സ്കൂളിൽ പോയി. പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ചേട്ടനോട് മിണ്ടുന്നൊന്നുമില്ല. പിന്നെ ചേട്ടൻ എടുത്തു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്റെ കൊണ്ടൊക്കെ അല്ലയോ. അപ്പൊ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞത്, എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി ഒന്നല്ല 10 അടിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രയാസമില്ലായിരുന്നു. ഈ പിള്ളേരെല്ലാം കൂടെ നിൽക്കുന്നിടത്ത് വെച്ച് എന്നെ വഴക്ക് പറഞ്ഞതും അടിച്ചതും എനിക്ക് സഹിച്ചില്ല. ഏറ്റവും വിഷമം എനിക്കതായിരുന്നു. നമ്മുടെ ശത്രുവെന്ന് നമ്മൾ കരുതുന്ന ആളിന്റെ മുമ്പിൽ വെച്ച് നമുക്കൊരു ശിക്ഷ കിട്ടുന്നത് ഹൗ എംബ്രേസിങ് ഇറ്റ് ഈസ്, എത്ര നാണക്കേടും ലജ്ജാവഹവും ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടരുടെ ഏറ്റവും വലിയ ദേഷ്യവും വിഷമവും ഒക്കെ എന്ന് പറയുന്നത് ദണ്ഡനോ അല്ല, അഗ്നിഗന്ധകവും അല്ല, നിത്യദണ്ഡനോ അല്ല. പകരം ഇതെല്ലാം ആരുടെ മുമ്പിൽ വെച്ചായി കിട്ടുന്നത്? ഈ അനുഭവിക്കുന്നതെല്ലാം ആരുടെ മുമ്പിൽ വെച്ചാ? Lamb and the angels, holy angels. ആവർത്തിച്ച് സ്നേഹത്തോടെ കരങ്ങൾ നീട്ടിയിട്ടും മനഃപൂർവം വേണ്ടെന്ന് പറഞ്ഞ് നിഷേധിച്ചു കളഞ്ഞ ദൈവകുഞ്ഞാടിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ ശിക്ഷാവിധിയെല്ലാം ഇവരുടെ മേൽ വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥയാണ് ശാരീരിക പീഡകളേക്കാൾ അവരെ വേദനിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? The most embarrassing thing in the hell will be the very presence of God and his angels, whom these people deliberately despised and disobeyed. മനഃപൂർവം നിഷേധിച്ചു കളഞ്ഞ, മനഃപൂർവം ഉപേക്ഷിച്ച, അനുസരിക്കാതിരുന്ന, ബോധപൂർവം നിന്ദിച്ച, തുച്ഛീകരിച്ച ദൈവകുഞ്ഞാടിന്റെയും ത്രിയേക ദൈവത്തിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വെച്ച് ഇവർ ദണ്ഡിപ്പിക്കപ്പെടുന്നതാണ് ഇവർ ഏൽക്കുന്ന ശാരീരിക പീഡകളേക്കാൾ ഇവർക്ക് സഹിക്കാനാവാത്തത്. സ്തോത്രം. ഓർക്കുക, because God is omnipresent, he will also be present in hell too. ദൈവം സർവവ്യാപി എന്ന നിലയിൽ, സ്തോത്രം, നരകത്തിൽ പോലും സാന്നിധ്യം ഉള്ളവൻ ആയിരിക്കും. Praise God. God is not absent even from hell. Hell also is not hidden from our God. നരകവും ദൈവത്തിന്റെ ദൃഷ്ടിക്ക് അപ്പുറമല്ല. നരകത്തിലും ദൈവത്തിന്റെ ദൃഷ്ടികൾ ചെന്ന് പതിക്കുന്നു. സ്തോത്രം. God is present. A writer says, God is present in all his holiness and righteous judgment. ദൈവം തന്റെ പരിശുദ്ധിയുടെ പരിപൂർണതയിലും
നീതിയുക്തമായ ന്യായവിധിയോടെയും നരകത്തിലും സന്നിഹിതനാണ്. Those who are in hell will wish God were absent, but he will not be. നരകത്തിൽ എത്തുന്നവർ ആഗ്രഹിക്കും ദൈവം ഇവിടെ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ, ദൈവത്തെ കാണാതിരുന്നായിരുന്നെങ്കിൽ. പക്ഷെ അത് സാധ്യമല്ല. It is wrong to say that hell will be devoid of the presence of God, but it will be without any sense of his love. നരകത്തിൽ ദൈവസാന്നിധ്യമില്ലെന്നാരും കരുതരുത്. പക്ഷേ ദൈവസ്നേഹത്തിന്റെ കണിയ പോലും ഇല്ലാതെയായിരിക്കും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുക. ദൈവത്തിന്റെ സ്നേഹം ലേശമുണ്ടാവില്ല അവിടെ. സ്തോത്രം. The presence of Jesus will be there, but only the presence of his holy justice and wrath against sin. യേശുക്രിസ്തു അവിടെ സന്നിഹിതനാണ്. പക്ഷേ പാപത്തിനെതിരായിട്ടുള്ള ജ്വലിക്കുന്ന അവന്റെ വിശുദ്ധിയുടെയും നീതിയുടെയും ജ്വലനത്തോടുകൂടെ ആയിരിക്കും കർത്താവ് അവിടെ ഉണ്ടായിരിക്കുക. നരകത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു അനുഭവമാണത്. സ്തോത്രം. ദൈവം സർവവ്യാപി എന്ന നിലയിൽ അവിടെയുമുണ്ട്. ദൈവത്തിന്റെ ശ്വാസമാണ് നരകത്തെ ഒരു ഗന്ധക നദി പോലെ കത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം യെശയ്യാ 30:33 വായിച്ചിട്ടുണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കുന്നു. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും? പാസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ. ഈ പ്രസൻസ് ആണോ ദൃഷ്ടിയാണോ എങ്ങനെയാണ്? ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഇടം എവിടെ ഉണ്ട്? ഇല്ല, എല്ലായിടവും ഉണ്ട്. എല്ലായിടം ഉണ്ട്. സ്തോത്രം. പക്ഷെ അവിടെ എന്തില്ല? ആ സാന്നിധ്യം അവരെ ആശ്വസിപ്പിക്കാനോ ഇല്ല, അവരെ താങ്ങാനോ സാന്ത്വനിപ്പിക്കാനോ ഒന്നുമല്ല. ആ സാന്നിധ്യം അവർക്ക് ഭീതി ജനിപ്പിക്കുന്നതാണ്. ആമേൻ. അതുകൊണ്ട് കേവലം ദൃഷ്ടിയല്ല, കർത്താവിന്റെ സാന്നിധ്യം തന്നെയാണ് അവിടെ. എന്നാന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാര്യം, അബ്രഹാം പിതാവിന്റെ മടിയിൽ ലാസർ കിടക്കുമ്പോൾ ധനവാൻ അഗ്നികുണ്ഡത്തിലാണല്ലോ. അപ്പം ഇങ്ങനെ പറയുന്നല്ലോ, എനിക്കും നിനക്കും മധ്യേ, എനിക്ക് അങ്ങോട്ട് വരാനോ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. ദൃഷ്ടിയാണോ അതോ പ്രസൻസ്? പ്രസൻസ്. അത് മനുഷ്യർക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പ്രയാസം. പോകാൻ പറ്റാത്ത. മനസ്സിലായി. അബ്രഹാമാണ് ധനവാനോട് പറയുന്നത്, അവിടുന്ന് ഒരാൾക്ക് ഇങ്ങോട്ടും ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ടും വരാൻ ഒക്കത്തില്ല. പക്ഷെ ദൈവത്തിന് ആ പരിമിതി ഇല്ല. പാതാളത്തിൽ കിടക്ക വിരിച്ചാലും ആണ് അവിടെ ഉണ്ട്. അയ്യാ, അതെ. മറ്റെന്തെങ്കിലും? നാട്ടിലൊക്കെ ശിക്ഷാവിധി മരണം വിധിച്ചാലൊക്കെ തൂക്കുകയറ് കെട്ടുമ്പോഴും അവിടെ ന്യായാധിപൻ വന്ന് നിൽക്കും, അവന് ശരിയായിട്ട് തൂക്കിക്കൊന്നറിയാം. അതുപോലെ നരകത്തിൽ ദൈവ പ്രസൻസ് അവിടെ കാണും. തീർച്ചയായിട്ടും. കാരണം അതും ഒരു ശിക്ഷയാ. ഇപ്പൊ ചില വീടുകളിൽ അപ്പൻ അവധിയുള്ള ദിവസം പിള്ളേർക്ക് എന്തോ ഒരു പേടിയാ.
രാവിലെ ഡ്യൂട്ടിക്ക് അങ്ങ് പോവാണെങ്കിൽ പിന്നെ പിള്ളേർ ഫ്രീയാ. പക്ഷേ അവധിയുള്ള ദിവസം ഈ പിള്ളേർക്ക് അപ്പനൊന്നും ചെയ്യുന്നില്ല, വീട്ടിലുണ്ടെന്നേ ഉള്ളൂ. പാസ്റ്റർ പഴയ വീട്ടിലുണ്ടെന്നേ ട്രോമയിലോട്ട് കൊണ്ടുപോവാട്ടോ. പഴയ ട്രോമയിലേക്ക് പോവല്ലേ? സ്തോത്രം. അപ്പനൊന്നും ചെയ്യുന്നില്ല അവിടെ. സ്കൂളിലൊക്കെ പോകുമ്പം ഇന്ന സാറ് വന്നിട്ടുണ്ടോന്നാ, ക്ലാസ്സിലൊന്നും അദ്ദേഹത്തില്ല. ഇന്ന സാർ അന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ പേടിയാ പിള്ളേർക്ക്. സാറ് ചിലപ്പം ക്ലാസ് റൂമിൽ ഇരിക്കത്തേ ഉള്ളൂ, മീൻ ടീച്ചേഴ്സ് റൂമിൽ ഇരിക്കുകയുള്ളൂ. നാട്ടിലൊരു SI വന്നാൽ പുള്ളി എപ്പോഴും എല്ലാ റോഡിലൊന്നും കയറാൻ നടക്കത്തില്ല. ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഇന്ന SI ആ ഒരൊറ്റ അറിവ് മതി. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അത് തന്നെ നരകവാസികളെ ഏറ്റവും വേദനിപ്പിക്കുന്നതായിരിക്കും. സ്തോത്രം. മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, 11-ാമത്തെ വാക്യത്തിൽ നാം വീണ്ടും കാണുന്നത് അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. ദ സ്മോക്ക്. അവിടെ നമ്മൾ കാണുന്നത് അവരുടെ ദണ്ഡനത്തിന്റെ the smoke of their torment ascends forever and ever. അപ്പോ ആ സ്മോക്ക് എന്നുള്ളതും ആ പുകയെന്നുള്ളതും അവിടുത്തെ ഭീകരതയെ കാണിക്കുന്നത്. the dreadfulness. എന്നേക്കും. ആ എന്നേക്കുമെന്നുള്ളതിന്റെ മൂലവാക്കിന്റെ അർത്ഥം, ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം the strongest expression of eternity. എന്നത്തേക്കും സദാകാലത്തേക്കും എന്നുള്ളതിന്റെ ഏറ്റവും കഠിനമായൊരു പ്രയോഗമാണത്. ഏറ്റവും ഘോരമായൊരു പ്രയോഗം. ഇങ്ങനെയുള്ള നിത്യ നരകത്തിൽ നിന്ന് ദൈവം നമുക്ക് തന്ന ട്രാൻസ്ഫറിനായിട്ട് സ്തോത്രം. അതാണ് പൗലോസ് പറയുന്നത് കൊലോസ്യർ 1:12-13 ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അതിനു മുമ്പ് പൗലോസ് പറയുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. സ്തോത്രം. ഇങ്ങനെ നമ്മെ വിടുവിച്ച പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകാം. നമുക്ക് കഷ്ടവും സങ്കടവും പ്രയാസങ്ങളും ഏകാന്തതകളും രോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അതിനൊന്നും മാറ്റം ദൈവം വരുത്തിയില്ലെങ്കിലും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ച, പ്രാപ്തരാക്കിയ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച, സ്നേഹസ്വരൂപന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ച പിതാവിന് അത് നിമിത്തം സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വേഗത്തിൽ വെളിപ്പെടുവാനുള്ള ആ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്ന് നമുക്ക് വീണ്ടും പ്രത്യാശയോടെ കഷ്ടതകളെ അതിജീവിച്ച് മുന്നേറാം. സ്തോത്രം. ആയതിനായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.